എങ്ങോട്ടാണ് ഇത് പോണോ രാവിലെ? രാവിലെ നമുക്ക് ഒരു ലോകത്തിലെ വണ്ടറുകളിൽ ഒന്നായ വണ്ടറിലാണ് പോകുന്നത്. ഇല്ലേ, 7 വണ്ടർ പോകുന്നത്. എത്ര മണിയായി? രാവിലെ 5:45. അതിന് അരമണിക്കൂർ മുന്നേ. ഇപ്പം 6 മണി. 6 മണിക്കല്ലേ ഇത് തുറക്കണ? അണ്ണന്മാരൊന്നും ഇല്ലല്ലോ അല്ലേ? ഗൈസ്, ഇവിടെ ഫോൺ എടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എവിടെ ഇരുന്നാലും അടിച്ചോണ്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ വേണം. അതെ, ഭയങ്കര ഒരു റിസ്ക് എലമെന്റ് ആണ്. ഭയങ്കര വ്യൂ ഉള്ള സ്ഥലമാണ്. ഈസ് ഗ്ലാസ് में हाँ ലോ ലെവൽ ക്യാമറ, ഹൈ ലെവൽ ഫോട്ടോ ഇത് രാവിലെ താജ്മഹലിലോട്ട് എൻട്രി ആവുള്ളവരുടെ നീണ്ട നിരയാണ് ഈ കാണുന്നത്. ഒരു കുട്ടി എൻ്റെ പുറകിലുണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്രഷായി ഗൈസ്. രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ച്. ചായ ഉള്ളായിരുന്നല്ലേ? ചായ ഉള്ളായിരുന്നു. ഒരു വ്യത്യസ്തമായ ചായ, വ്യത്യസ്തമായ ഗ്ലാസ്, വ്യത്യസ്തമായ അവതരണം. എന്തോന്ന്? ഇന്ത്യക്കാരെക്കാളും കൂടുതലും ഫോറിനേഴ്സാണ് രാവിലെ വ്യൂ കാണാൻ എത്തിയിരിക്കുന്നത്. വ്യൂ എങ്ങനെയുണ്ടോ വെറുതെ? കൊള്ളാം. ഒരു അന്യായ വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ കണ്ടില്ല, ഇപ്പൊ കാണും. ഐഡിയ കൊണ്ടുവരാൻ വേണ്ടി മാത്രം. നിതീഷ്, നമ്മള് ടിക്കറ്റ് എങ്ങനെയാണ് എടുത്തത്? ഓൺലൈനാണോ? ഓൺലൈൻ. എത്ര രൂപ ഒരാൾക്ക്? 45. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരികയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതും 4 ദിവസം മുമ്പേ ഓപ്പൺ ആവത്തുള്ളൂ. 4 4-5 ദിവസമല്ലേ? നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേ? ഇല്ലല്ലോ. ഫുള്ള് വിദേശികളല്ലേ? അതെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമുള്ള നമ്മൾ ടൂറിസത്തിന് പ്രത്യേകം ക്യൂ അങ്ങനെയൊന്നും ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല സ്റ്റേറ്റിൽ ചെന്നപ്പോഴും പലയിടത്തും കാണുന്ന വിദേശികൾക്ക് വേറെ ക്യൂ, ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് കയറി പോവാം. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ക്യൂ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വിദേശികൾക്ക് പ്രത്യേക ക്യൂ. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് അത്ര പ്രശ്നമില്ലാത്തതെന്ന് തോന്നുന്നു. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഈ ഒരു സംഭവങ്ങളുണ്ട്. ഗൈസ്, കവാടം തുറക്കാൻ പോണതേ ഉള്ളൂ ഗൈസ്. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. നമ്മൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് വേണ്ടി ഓടുകയാണ് ഗൈസ്. തുറക്കാൻ പോവുകയാണ്. തുറന്നു കഴിഞ്ഞിരിക്കുന്നു. cái chân kilo nó
പറയുന്നു guys. ചെറുത് എന്താ ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണത് പ്രശ്നം? അവിടെ ഇച്ചിരി താന്നിരിക്കുന്നു, അവിടെ പൊങ്ങിയിരിക്കുന്നു. ചുമ്മാ അല്ലാണ്ട് കൈ വിട്ടിയത് കണ്ണൻ മാസ് കാണിക്കുന്നു. അപ്പോൾ നമ്മളിനി ചരിഞ്ഞിരിക്കുന്നുണ്ട് തോന്നുന്നു. നീ ലാലേട്ടനെ പോലെ നോക്കണോണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഗൈസ് ഇവിടെ വന്നിട്ട് ഗൈഡുകൾ നമ്മളെ ഭരിക്കാൻ വരുന്നു. നമ്മളിവിടെ മാറി കൊടുക്കണോ? പിന്നെ അപ്പം തീരുമാനം നമ്മളെടുത്തില്ലല്ലേ ഒരു നല്ലവന്മാരും എടുക്കത്തില്ല. നല്ല മക്കളൊക്കെ വ്യൂ ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, ഇനി മ്യൂട്ട് ചെയ്യാം. കൈ വെച്ചെടുക്കും, ഇരുന്നെടുക്കും. ആളിനെ ഞാൻ മാറ്റി തരാം. നീ ഋതു 4-5 ഫോട്ടോ എടുക്കുകയാണ്. അവിടെ ജിജോ എല്ലാരെയും മാറ്റി നിർത്തുന്നു. നിതീഷ് പോസ് ചെയ്യും. നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കാൻ കണ്ട. അവിടെ ഋതു വിഷയം ഉണ്ടാകും. വേറെ ഇടയില്ലെന്ന് ആരെങ്കിലും കയറിയാണ്. ഋതു 4-5 പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ചേച്ചി ഫോട്ടോ फ्री में जाएंगे. ഒരു വീഡിയോ എടുക്കാൻ കശ്മാള് കൊള്ളാം. പ്രത്യേകിച്ച് നമ്മൾ അതായിരിക്കും ആ തുഴഞ്ഞു വന്നാൽ നമുക്ക് ആ സ്പോട്ടിൽ പോയാൽ ഫോട്ടോ എടുത്തോണ്ട് ആ സ്പോട്ട് എങ്ങനെയുണ്ടായിരുന്നു താജ്മഹൽ? താജ്മഹൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ജിജോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ജിജോ പറഞ്ഞത്. അതെന്താണ് ബ്രോ? ഇതൊരു വലിയ സംഭവം അല്ലെന്നാണ് ജിജോ പറയുന്നത്. പക്ഷേ നമുക്ക് ഇതൊരു സംഭവമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ളൊരു വ്യൂ ഇല്ലേ, ഫേക്ക് ലവ്, പാളി ലവ്. വേറെ എപ്പോഴും മെയിൻ ഗേറ്റ് വഴി തന്നെ കയറാൻ. അതൊരു ഇവിടെ മൊത്തം 3 ഗേറ്റ് ഉണ്ടല്ലേ? കുണ്ടിയിൽ മാത്രം ഗേറ്റില്ല, ബാക്കിലില്ല ഗേറ്റ്.
അവിടെ സൂര്യ എത്തിയിട്ടുണ്ട്. Going to time आगरा के tomorrow या evening time आज ही जाने का दिल्ली ഋതു എവിടെ പോവാ? केरला മീന ബസാർ. മീന ബസാർ എന്തിനാ പോണ മീന ബസാർ? ലെതർ. മുമ്പത്തെ പോലെ വെറുതെ വായി നോക്കി നടക്കും. മീന ബസാർ, പിന്നെ ലെതർ മാർക്കറ്റ്, ജാക്കറ്റ്, അതുപോലെ തന്നെ ബെൽറ്റ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ പ്രൊഡക്ഷൻസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകും. നമ്മളന്ന് നിന്റെ ചിറ്റക്കല്ലേ വാങ്ങിച്ച ബാഗ്? പക്ഷെ എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പക്ഷേ കുഴപ്പമില്ലപ്പോ അല്ല അതിനെ കുറിച്ച് അറിയണേ ഇവിടെ വന്നിട്ടുണ്ടോ? അത് നല്ല ഐഡിയ. ഇന്നലത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടോണ്ട് സെയിം സ്പോട്ടല്ലേ? എവിടെയാണ് ഇത്? ഗൈസ് തിരിച്ചു പോവുകയാണ്. എവിടെയാ? ആഗ്ര റെയിൽവേ നീ എന്നെത്തും നാട്ടിൽ? കേരള എക്സ്പ്രസ് തിരുവനന്തപുരത്തുനിന്ന് വന്നെത്തും. രാത്രി എത്തേണ്ടതാണ് പറയുന്നത് കേരള എക്സ്പ്രസ് ആയതുകൊണ്ട് ചിലപ്പോൾ അതൊരു ദിവസം വേണമെങ്കിൽ